ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് മരണങ്ങൾ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ ഹൃദയസ്തംഭനം അതായത് കാർഡിയാക് അറസ്റ്റ് മൂലമുള്ള മരണങ്ങൾ താരതമ്യേന കൂടുതലാണെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദയസ്തംഭന മരണം കേരളത്തിലാണെന്ന് പറയാൻ നിലവിൽ വ്യക്തമായ ഔദ്യോഗിക കണക്കുകളോ പഠനങ്ങളോ ലഭ്യമല്ല. എന്നിരുന്നാലും ചില പ്രധാന വിവരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില റിപ്പോർട്ടുകൾ കേരളത്തെ ഇന്ത്യയുടെ ഹൃദ്രോഗ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മലയാളികളിൽ പ്രമേഹം, രക്താതിസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയുടെ നിരക്ക് കൂടുതലാണ് എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. പ്രായപൂർത്തിയായവരിൽ ഏകദേശം 15% പേർക്ക് പ്രമേഹമുണ്ടെന്നും ഒരു ശരാശരി മലയാളിക്ക് സമപ്രായത്തിലുള്ള വിദേശിയേക്കാൾ ഏകദേശം 10 വർഷം മുൻപേ ഹൃദ്രോഗ സാധ്യതയുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു. ലോകത്ത് ഹൃദ്രോഗം മൂലം മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ചില റിപ്പോർട്ടുകളിൽ അത് 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം റഷ്യക്കാണ്. ഹൃദ്രോഗം ആഗോളതലത്തിൽ മരണകാരണങ്ങളിൽ മുന്നിലാണ്. ലോകത്ത് വർഷത്തിൽ ഏകദേശം 1.7 കോടി ജനങ്ങൾ ഹൃദ്രോഗ പ്രശ്നങ്ങൾ മൂലം മരണമടയുന്നു എന്നാണ് കണക്കുകൾ. ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും പലപ്പോഴും ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രണ്ടവസ്ഥകളാണ്. രണ്ടും ഹൃദയവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങളാണ്. എങ്കിലും അവ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. ഹൃദയാഘാതം എന്താണ് സംഭവിക്കുന്നത്? ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ എന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുന്നു. സാധാരണയായി കൊഴുപ്പടിയുന്നതുകൊണ്ടാണ് ഈ തടസ്സമുണ്ടാകുന്നത്. ഇത് ഹൃദയപേശികളിലേക്കുള്ള രക്തഓട്ടം തടസ്സപ്പെടുത്തുകയും ഓക്സിജന്റെ ലഭ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. രക്തം ലഭിക്കാതെ വരുന്ന ഹൃദയപേശിയുടെ ഭാഗം നശിച്ചു പോകുന്നു. ഹൃദയാഘാതം ഉണ്ടാകുമ്പോഴും ഹൃദയം മിടിക്കുന്നത് തുടർന്നേക്കാം, പക്ഷേ അതിന്റെ പമ്പിംഗ് ശേഷി കുറയുന്നു. ലക്ഷണങ്ങൾ: നെഞ്ചിൽ വേദനയോ അസ്വസ്ഥതയോ, അതായത് നെഞ്ചിന് മുകളിൽ ഭാരം വെച്ചതുപോലെ. വേദന കൈകളിലേക്ക്, ഇടത് കൈയിലേക്ക്, പുറകിലേക്ക്, കഴുത്തിലേക്ക്, താടിയലിലേക്ക്, വയറിലേക്ക് വ്യാപിക്കാം. ശ്വാസം മുട്ടൽ, വിയർപ്പ്, ഓക്കാനം, ഛർദി, തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം. കാരണങ്ങൾ: കൊറോണറി ധമനികളിലെ തടസ്സം, അതായത് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടൽ, രക്തം കട്ടപിടിക്കൽ, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, അമിതവണ്ണം, പുകവലി, ഉദാസീനമായ ജീവിതശൈലി. ഹൃദയാഘാതം ജീവന് ഭീഷണിയാണെങ്കിലും ഉടനടി ചികിത്സ ലഭിച്ചാൽ പലപ്പോഴും ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഇത് ഹൃദയസ്തംഭനത്തിലേക്ക് നയിച്ചേക്കാം, പക്ഷേ എല്ലാ ഹൃദയാഘാതവും ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കണമെന്നില്ല. ഹൃദയസ്തംഭനം എന്താണ് സംഭവിക്കുന്നത്? ഹൃദയസ്തംഭനം എന്നാൽ ഹൃദയം പെട്ടെന്ന് മിടിക്കുന്നത് നിർത്തുന്ന അവസ്ഥയാണ്. ഇത് ഹൃദയത്തിന്റെ വൈദ്യുത സംവിധാനത്തിലുണ്ടാകുന്ന ഒരു തകരാർ മൂലം സംഭവിക്കുന്നു. ഹൃദയമിടിപ്പ് ക്രമരഹിതമാവുകയും ഒടുവിൽ ഹൃദയം പമ്പ് ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തുകയും ചെയ്യുന്നു. ഹൃദയം പൂർണ്ണമായും സ്തംഭിക്കുന്നു. ഇത് തലച്ചോറിലേക്കും മറ്റു അവയവങ്ങളിലേക്കുമുള്ള രക്തോട്ടം പൂർണ്ണമായും നിർത്തുന്നു. ലക്ഷണങ്ങൾ: പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുക, പൾസ് ഇല്ലാതാവുക, അതായത് നാഡീമിടിപ്പ് നിലയ്ക്കുക, ശ്വസിക്കാതിരിക്കുകയോ അസാധാരണമായി ശ്വാസമെടുക്കുകയോ ചെയ്യുക, ചർമ്മം വിളറിയതോ നീല നിറത്തിലോ ആകുക. മുന്നറിയിപ്പുകളൊന്നുമില്ലാതെയും ഇത് സംഭവിക്കാം. ഹൃദയസ്തംഭനത്തിന് പല കാരണങ്ങളുണ്ടാവാം. ഹൃദയാഘാതം, അരിത്മികൾ, അതായത് ഹൃദയമിടിപ്പിലെ താളപ്പിഴകൾ, ഹൃദയപേശികൾക്കുണ്ടാകുന്ന ബലഹീനത, ഹൃദയത്തിലെ വൈദ്യുത സംബന്ധമായ അസാധാരണ അവസ്ഥകൾ, ഗുരുതരമായ പരിക്കുകൾ, മയക്കുമരുന്ന് ദുരുപയോഗം, ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ. ഹൃദയസ്തംഭനം ഒരു വൈദ്യസഹായം അടിയന്തരമായി ആവശ്യമുള്ള അവസ്ഥയാണ്. ഉടനടി CPR, അതായത് കാർഡിയോ പൾമിനറി റീസസിറ്റേഷനും ഡീഫിബ്രിലേഷൻ, വൈദ്യുത ഷോക്ക് ലഭിച്ചില്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കാം. ചിലപ്പോൾ ഹൃദയാഘാതം ഹൃദയസ്തംഭനത്തിലേക്ക് നയിച്ചേക്കാം, കാരണം ഹൃദയാഘാതം ഹൃദയത്തിന്റെ വൈദ്യുത താളത്തെ ബാധിച്ചേക്കാം. എന്നാൽ ഹൃദയാഘാതം കൂടാതെയും ഹൃദയസ്തംഭനം സംഭവിക്കാം. ഈ രണ്ടവസ്ഥകളിലും ജീവൻ രക്ഷിക്കാൻ ഉടനടി വൈദ്യസഹായം ആവശ്യമാണ്.